ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തു കൊണ്ടുവന്ന വോട്ട് ചോരിക്ക് ശേഷം ഇതാ ബി.ജെ.പിയുടെ ഏറ്റവും വലിയ ഒരു കള്ളക്കളി കൂടി പുറത്തു വരുന്നു. നമോ ആപ്പ് വഴി കോടികൾ ബി.ജെ.പിക്കായി സംഭാവന തേടുന്ന മോദി എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. 2000 രൂപ സംഭാവന നൽകിയ രസീത് ഉൾപ്പെടെ എക്സിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഫണ്ട് പിരിവിനായി മോദി ഇറങ്ങിയിരിക്കുന്നത്. മുൻപ് ഇലക്ട്രൽ ബോണ്ട് വഴി കോർപ്പറേറ്റ് സംഭാവനകൾ ബി.ജെ.പിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതിനെ തടഞ്ഞുകൊണ്ട് സുപ്രീം കോടതി രംഗത്ത് വരികയും ഇലക്ട്രൽ ബോണ്ട് പദ്ധതി റദ്ദാക്കുകയും ചെയ്തതിന് പിന്നാലെ ഫണ്ട് പിരിവ് നിലയ്ക്കുമെന്നതിനാലാണ് ഇപ്പോൾ പൊതുജനങ്ങളിൽ നിന്ന് ബി.ജെ.പിയിലേക്ക് മോദി ഫണ്ട് തേടാൻ ഭരണപരമായ അധികാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമോ ആപ്പ് വഴി പിരിവിനായി ഇറങ്ങിയിരിക്കുന്നത്. നമോ ആപ്പ് വഴി സംഭാവന നൽകുമ്പോൾ ഒരു റെഫറൽ കോഡ് ഫോണിലേക്ക് എത്തുകയും ഈ കോഡ് ഇമെയിൽ വഴിയോ മെസ്സേജ് വഴിയോ വാട്സാപ്പ് വഴിയോ കോണ്ടാക്ട് ലിസ്റ്റിലുള്ളവർക്ക് അയക്കണം എന്നതാണ്. ഇങ്ങനെ അയക്കുന്നവരിൽ കുറഞ്ഞത് 100 പേരെങ്കിലും ബി.ജെ.പിക്കായി സംഭാവന ചെയ്താൽ സംഭാവന നൽകാൻ അവരെ പ്രേരിപ്പിച്ചതിന് ആ വ്യക്തിക്ക് പാരിതോഷികമായി പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാൻ അവസരം ലഭിക്കുമത്രേ. സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ തുടങ്ങിയ സർക്കാർ പദ്ധതികളുടെ പേരിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി പൊതുജനങ്ങളിൽ നിന്ന് നിയമവിരുദ്ധമായി സംഭാവനകൾ പിരിച്ചതായി സൂചനകൾ ദ വയർ പുറത്തുവിട്ടു. നമോ ആപ്പ്, നരേന്ദ്രമോദി.in എന്ന പോർട്ടൽ എന്നിവയിലെ സംഭാവന പേജുകളിൽ ഇപ്പോഴും ഈ സർക്കാർ പദ്ധതികളിലേക്ക് പണം നൽകാനുള്ള ഓപ്ഷനുകൾ ലഭ്യമാണ്. സത്യൻ ടി.വി ചാനലിന്റെ ന്യൂസ് എഡിറ്റർ കൂടിയായ ചെന്നൈയിലെ മുതിർന്ന പത്രപ്രവർത്തകൻ ബി.ആർ. അരവിന്ദാക്ഷൻ സമർപ്പിച്ച വിവരാവകാശ നിയമങ്ങൾക്കുള്ള മറുപടികളുടെ അടിസ്ഥാനത്തിലാണ് ദ വയർ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. ഈ രേഖകൾ പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കായി സംഭാവനകൾ ശേഖരിക്കാൻ കേന്ദ്ര മന്ത്രാലയങ്ങളിൽ നിന്നോ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ ബി.ജെ.പിക്ക് പ്രത്യേക അനുമതിയോ മറ്റ് അംഗീകാരങ്ങളോ ലഭിച്ചിട്ടില്ലെന്നും ഇതിൽ വ്യക്തമാണ്. 2021 ഡിസംബറിനും 2022 ഫെബ്രുവരി മാസത്തിനും ഇടയിൽ നരേന്ദ്രമോദി.in എന്ന പോർട്ടൽ, നമോ ആപ്പ് തുടങ്ങിയ സ്വകാര്യ പ്ലാറ്റ്ഫോമുകളിലൂടെ ബി.ജെ.പി ഒരു ഫണ്ട് ശേഖരണ പ്രചരണം നടത്തി വരികയാണ്. ഇതിൽ സ്വച്ഛ് ഭാരത്, ബേട്ടി ബച്ചാവോ, ബേട്ടി പഠാവോ, കിസാൻ സേവ എന്നീ സർക്കാർ പദ്ധതികൾക്കായി ഫണ്ട് സംഭാവന ചെയ്യാൻ അവർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. സംഭാവന നൽകുന്നവരോട് ഈ 4 സർക്കാർ പദ്ധതികളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാനും സംഭാവനയുടെ കാരണം എന്ന സ്ഥാനത്ത് പാർട്ടി ഫണ്ട് എന്ന് രേഖപ്പെടുത്താനും വെബ്സൈറ്റും ആപ്പും ആവശ്യപ്പെടുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വിവരാവകാശം വഴി ലഭിച്ച മറുപടികളിൽ ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിന് ചുമതലയുള്ള മന്ത്രാലയങ്ങൾ ഈ പ്ലാറ്റ്ഫോമുകൾക്കോ ഇതുപോലെ മറ്റ് പ്ലാറ്റ്ഫോമുകൾക്കോ ഈ പദ്ധതികൾക്കായി ഫണ്ട് ശേഖരിക്കുന്നതിന് യാതൊരു പ്രോത്സാഹനമോ അംഗീകാരമോ പ്രത്യേക അനുമതിയോ നൽകിയിട്ടില്ല എന്നത് വ്യക്തമായി പറയുന്നുമുണ്ട്. 2021 ഡിസംബർ 25 മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് പാർട്ടി ശക്തിപ്പെടുത്തുന്നതിനായി ബി.ജെ.പി അധ്യക്ഷൻ ജെ.പി. നദ്ദ ചെറുകിട സംഭാവന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. ബി.ജെ.പിയുടെ മാർഗനിർദ്ദേശ ബിംബങ്ങളിൽ ഒരാളായ ദീൻ ദയാൽ ഉപാധ്യായയുടെ ചരമവാർഷിക ദിനമായ 2022 ഫെബ്രുവരി 11 ഈ യജ്ഞം അവസാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. പാർട്ടിയെയും അതിൻ്റെ ജനകീയ പ്രസ്ഥാനത്തെയും ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ് സംഭാവനകൾ ശേഖരിക്കുന്നതെന്നാണ് നദ്ദ അന്ന് പറഞ്ഞത്. എന്നാൽ ബി.ജെ.പിക്ക് പാർട്ടി ഫണ്ട് നൽകാൻ താല്പര്യമില്ലാത്തവരോട് സർക്കാർ പദ്ധതികളിലേക്ക് സംഭാവന ചെയ്യാൻ ആവശ്യപ്പെടുന്ന തരത്തിലാണ് വെബ്സൈറ്റിലും ആപ്പിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2021 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തൻ്റെ ഔദ്യോഗിക എക്സ് ഹാൻഡിൽ ക്യാമ്പയിൻ പിന്തുണ അറിയിക്കുകയും ഫണ്ടിലേക്ക് സംഭാവന നൽകാൻ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നിങ്ങളുടെ പിന്തുണ രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകർക്ക് ആവേശം നൽകും, മോദി പറഞ്ഞു. നദ്ദയെപ്പോലെ പ്രധാനമന്ത്രിയും ഫണ്ടിലേക്ക് താൻ വ്യക്തിപരമായി നൽകിയ 1000 രൂപയുടെ സംഭാവനയുടെ സ്ക്രീൻഷോട്ട് പങ്കുവെക്കുകയും ഇത് നിരവധി ബി.ജെ.പി അനുയായികളെ അതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. മുൻ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി ഏറ്റവും കൂടുതൽ പണം സമാഹരിച്ച രാഷ്ട്രീയ പാർട്ടി ഭരണകക്ഷിയായ ബി.ജെ.പിയാണ്. 2024-25 സാമ്പത്തിക കാലഘട്ടത്തിൽ വിവിധ ഇലക്ട്രൽ ടെസ്റ്റുകളിൽ നിന്നും ബി.ജെ.പിക്ക് ആകെ ലഭിച്ചത് 959 കോടി രൂപയാണ്.
ഇത്രയും ഭീമമായ തുകയുടെ 83%, അതായത് 959 കോടിയിൽ 751 കോടി 60 ലക്ഷം രൂപയും രാജ്യത്തെ വൻകിട വ്യവസായ ഗ്രൂപ്പായ ടാറ്റ ഗ്രൂപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രോഗ്രസീവ് ഇലക്ട്രിക് ട്രസ്റ്റ് വഴിയാണ് BJPക്ക് ലഭിക്കുന്നത്. മറ്റ് പ്രധാന ട്രസ്റ്റുകളായ മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ന്യൂ ഡെമോക്രാറ്റിക് ട്രസ്റ്റിൽ നിന്നും 150 കോടി രൂപയും BJPക്ക് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ടാറ്റ ഗ്രൂപ്പിൻ്റെ 2 സെമി കണ്ടക്ടർ നിർമ്മാണ യൂണിറ്റുകൾക്ക് BJP ഭരിക്കുന്ന ഗുജറാത്ത്, ആസാം സംസ്ഥാനങ്ങളിലെ യൂണിറ്റുകൾക്ക് 44,000 കോടിയിലധികം രൂപയുടെ ഭീമമായ സബ്സിഡി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് ഈ വൻ തുക BJPയിലേക്ക് എത്തിപ്പെട്ടത്. 2024 ഏപ്രിൽ പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് ഈ സാമ്പത്തിക സമ്പർക്കം നടന്നിട്ടുള്ളത്. സബ്സിഡി പ്രഖ്യാപനവും ട്രസ്റ്റ് വഴിയുള്ള സംഭാവനയും ഒരേ സമയത്ത് സംഭവിച്ചത് യാദൃച്ഛികമല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം സംഭാവന ചെയ്യാൻ കമ്പനികൾക്കും വ്യക്തികൾക്കും സാധിക്കുന്ന ഒരു സംവിധാനമാണ് ഇലക്ട്രിക് ട്രസ്റ്റുകൾ. ഈ സംവിധാനം വഴി രാഷ്ട്രീയ ഫണ്ടിങ്ങിൽ സുതാര്യമായ സാമ്പത്തിക ഇടപെടലുകൾ കൊണ്ടുവരിക എന്നത് ലക്ഷ്യമായിരുന്നു. ട്രസ്റ്റുകളിൽ സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പൊതുജനത്തിന് ലഭ്യമാണ്. എന്നാൽ ട്രസ്റ്റുകൾക്ക് ലഭിക്കുന്ന പണം അത് നൽകിയ കമ്പനികളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട് എന്ന വാദം നിലനിന്നിരുന്നു. ഈ ട്രസ്റ്റുകൾ വഴി ലഭിക്കുന്ന സംഭാവനകളിൽ പ്രൂഡന്റ് ഇലക്ട്രിക് ട്രസ്റ്റ് പോലുള്ളവരുടെ വിവരങ്ങൾ പൂർണ്ണമായും പുറത്തു വന്നിട്ടുമില്ല. 2024 724 കോടി രൂപ നൽകിയിട്ടുണ്ട് എന്നത് ഇതിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് വ്യക്തമാക്കുന്നതാണ്. ഇലക്ട്രൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് സുപ്രീം കോടതി വിധിച്ചതിന് ശേഷമാണ് ഈ കണക്കുകൾ പുറത്തു വരുന്നത്. ഈ വിധി സംഭാവന നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നത് രാഷ്ട്രീയ അഴിമതിക്ക് വഴിവെക്കുമെന്നും സുതാര്യത ഇല്ലാതാക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത്. പക്ഷെ പിന്നീട് ഭരണപരമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തി ഫണ്ട് പിരിവ് നടത്തുക എന്ന ലക്ഷ്യത്തിലാണ് മോദി മുതിർന്നത്. അതാണ് നമോ ആപ്പ് വഴി ഇപ്പോൾ ഫണ്ട് സമാഹരിക്കുന്നത്. ഇങ്ങനെ വളഞ്ഞ വഴികൾ വഴി മോദി BJPയിലേക്ക് കോടികൾ സമാഹരിക്കുമ്പോൾ BJPയെ സാമ്പത്തികമായി ഉയർത്തി രാജ്യത്ത് പടർന്നു പന്തലിക്കാനാണ് മോദിയുടെ ശ്രമം. പക്ഷേ രാജ്യത്ത് മോദിയുടെ കള്ളക്കളികൾ ഒന്നാകെ ഇപ്പോൾ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ രക്ഷപ്പെടാൻ പഴുതുകൾ തേടുന്നതിനിടയിൽ മോദിക്ക് പൂട്ടിടാനാണ് രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ വഴി പ്രതിപക്ഷം മുന്നിട്ടിറങ്ങുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഭരണപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനും ജനത്തിൻ്റെ ശ്രദ്ധ തിരിക്കാനുമായി കഴിഞ്ഞ ദിവസം പുതിയ ആരോപണങ്ങൾ ഉയർത്തി BJP രംഗത്ത് വന്നു. ഡിസംബർ 14 ഡൽഹിയിലെ രാംലീല മൈതാനിയിൽ മോദിയുടെ ശവക്കുഴി തോണ്ടുമെന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് പ്രചരണം ശക്തമാക്കി എന്നതായിരുന്നു BJPയുടെ മുന്നോട്ട് വെച്ച പ്രചരണം. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഇതിനെ ശക്തമായി സഭയിൽ വിമർശിച്ചു. ആ ആരോപണത്തെ തള്ളിക്കളഞ്ഞു പ്രിയങ്ക ഗാന്ധി പറഞ്ഞത്, അവിടെ അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർന്നിട്ടില്ല. ഞാൻ ആ മഹാറാലിയുടെ ഭാഗമായി നഗരിയിൽ ഉണ്ടായിരുന്നു. ഈ ആരോപണം BJPയുടെ കാട്ടുകൊള്ളകളിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള തന്ത്രമാണ് എന്നാണ് പറഞ്ഞത്. ഏതായാലും 4 ദിക്കിൽ നിന്നും നരേന്ദ്രമോദിക്ക് പൂട്ടുവീഴുകയാണ്. മോദി രാജ്യത്ത് നടത്തിയ അനീതികളുടെ ആകെ തുക മോദിക്ക് തിരിച്ചു കിട്ടുകയാണ് എന്ന് വേണം കരുതാൻ. മോദിക്ക് വിടുവേല ചെയ്ത മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ജ്ഞാനേഷ് കുമാർ അകത്താകാൻ ഇനി അധിക കാലമില്ല എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. അത് പൂർണ്ണമായാൽ മോദി എന്ന വൻവൃക്ഷം നിലം പതിക്കുന്നത് നമുക്ക് കാണാം. അഴിമതിയും ധൂർത്തും വർഗീയതയും കൊണ്ട് സ്വയം നശിച്ച ഒരു പ്രധാനമന്ത്രി എന്ന് നാളെ ലോകം മോദിയെ വാഴ്ത്തി ഇകഴ്ത്തും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.